ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞാൻ ഇങ്ങനെ മേളക്ക് പോകുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടുണ്ടായിരുന്നു. അതിനു മുമ്പേ ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടു. ഞാൻ ഓർണമെൻറ്റ്സിൻ്റെ കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ. അപ്പോൾ ആ ഓർണമെൻറ്റ്സ് ഞാൻ പറഞ്ഞത് ഞാൻ ഉണ്ടാക്കുന്ന ഓർണമെൻറ്റ്സ് ഉണ്ടാക്കുന്ന വെച്ചാൽ മുത്തൊക്കെ വാങ്ങി നൂല് സൂചി അതൊക്കെ വാങ്ങി ഞാൻ ഉണ്ടാക്കി ഇത് ബാങ്കിലാണെങ്കിലും ഞാൻ ഉണ്ടാക്കി അങ്ങനെ വിൽക്കുന്ന ഇതായിരുന്നു ഞാൻ പറഞ്ഞുകൊണ്ടുണ്ടായിരുന്നത്. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഞാൻ ഹോൾസെയിൽ എടുത്തിട്ട് ഈ അടുത്ത് ഇപ്പോൾ ഈ ഡ്രസ്സിൻ്റെ വെച്ചിട്ട് ഹോൾസെയിൽ എടുത്തിട്ട് ഓർണമെൻറ്റ്സ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് നോക്കിയാൽ എല്ലാവർക്കും മനസ്സിലാവും. SAG സാഗ് കളക്ഷൻസ് എന്നാണ് പേര്. അപ്പോൾ അത് നോക്കിയാൽ അതിൽ എത്രമാത്രം ഇട്ടിട്ടുണ്ടെന്ന് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഒന്നിച്ച് തന്നെ ഇത് തുണിയിൽ തുടങ്ങിയിട്ട് കുറേ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഓർണമെൻറ്റ്സിൻ്റെലേക്ക് ഞാൻ പിന്നെയും കടന്നു വന്നത്. പക്ഷെ ഞാൻ ചെയ്യുന്നതല്ലാന്നേ ഉള്ളൂ. പിന്നെ ഞാൻ വേറൊരു കാര്യം പറയാൻ വിട്ട്, ഞാൻ അന്ന് പറഞ്ഞില്ലേ ഓർണമെൻറ്റ്സ് തുടങ്ങിയിട്ട് ഞാൻ ഉണ്ടാക്കുന്നതൊക്കെ വിട്ട് 2 കൊല്ലം കഴിഞ്ഞു. പിന്നെയാണ് അടുത്ത ബിസിനസ്സിലേക്ക് കടന്നത്. അത് വേറൊരു കാരണം, ഇവിടെ ഒന്നും കിട്ടില്ല. നാട്ടിൻപുറത്താണെങ്കിൽ ജസ്റ്റ് മുത്ത് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കിട്ടുന്നല്ലാതെ അതിന് ഒരുപാട് സാധനങ്ങൾ വേണം. അപ്പോൾ എറണാകുളത്താകുമ്പോൾ ഓറഞ്ച് എന്ന് പറഞ്ഞൊരു കടയുണ്ട്, പിന്നെ വേറൊരു കടയുണ്ട്. ആ 2 കടയിലും എല്ലാ സാധനവും കിട്ടും. നമുക്കൊരു ചെറിയൊരു എന്തെങ്കിലും മുത്തല്ല, അതിന് ഒരു എന്താ ഒരുപാട് സാധനങ്ങളുണ്ട്. ചെറിയൊരു റൗണ്ടുള്ള സാധനം കണ്ണി പോലത്തെ അതൊക്കെ അവിടെ മാത്രമേ കിട്ടൂ. പിന്നെ ഓൺലൈനിലും അത് കിട്ടുന്നില്ല. അതിൻ്റെ പേരൊന്നും ഒരുപാട് സാധനങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാത്തിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. ടീച്ചർ ഒരു ലിസ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ലിസ്റ്റ് ഇപ്പോൾ കാണാനുമില്ല. അപ്പോൾ ആ സാധനം ഒന്നെങ്കിൽ എടുത്തു വെച്ചെങ്കിൽ അത് കൊണ്ടുപോയിട്ട് അവിടെ കാണിച്ചാൽ മാത്രമേ അത് കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ഇതിലായിരുന്നു അത്. പിന്നെ ഞാൻ പറഞ്ഞില്ല വലിയ കമ്മലൊക്കെ ഇടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെ അത് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. പിന്നെ ഇപ്പോൾ ഡ്രസ്സൊക്കെ തുടങ്ങിയിട്ട് ഒരുപാട് കഴിഞ്ഞിട്ട് 1 കൊല്ലം 2 കൊല്ലം കഴിഞ്ഞിട്ട് ഞാൻ ഓർണമെൻറ്റ്സിൻ്റെ എടുക്കാൻ തുടങ്ങി. ഇപ്പോഴാണ് സേ കളക്ഷനിൽ എൻ്റെ ഇതിലേക്ക് ഞാൻ ഇടാൻ തുടങ്ങിയിട്ടുള്ളത് ഓർണമെൻറ്റ്സ്. അപ്പോൾ അങ്ങനെ ഓർണമെൻറ്റ്സ് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ചെയ്യുന്നത് ഇല്ലയെന്നേ ഉള്ളൂ. അപ്പോൾ ഡ്രസ്സിൻ്റെ മേളയിൽ ഞാൻ പറഞ്ഞുകൊണ്ട് ഉണ്ടായിരുന്ന കഴിഞ്ഞ വീഡിയോയിൽ. അപ്പോൾ മേളക്ക് ഞാൻ ഓർണമെൻറ്റ്സിൻ്റെ വീഡിയോ ഇടാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എടുക്കാൻ ടൈം കിട്ടിയില്ല. അതുകൊണ്ടാണ് ഇടാൻ ഞാൻ. അത് കഴിഞ്ഞിട്ട് ഡ്രസ്സിൻ്റെ ഒരു മേളക്ക് പോയപ്പോൾ എൻ്റെ 2 ഡ്രസ്സ് മിസ്സായി. ഇപ്പോൾ കള്ളന്മാരെങ്ങനെയാണെങ്കിലും എത്ര ആൾക്കാർ ഇടുന്നാണെങ്കിലും എടുക്കുമല്ലോ അവർ. അപ്പോൾ 2 പാൻറ്റ് കാണാതായി. അപ്പോൾ അത്രയും ഒരു 100 രൂപക്കൊക്കെ ഇപ്പോൾ പാൻറ്റ് കിട്ടുന്നതാണ്. അപ്പോൾ ആ പാൻറ്റ് മേടിക്കാൻ അത്രയും ക്യാഷ് ഇല്ലയെന്ന് ഈ കാലത്ത് ഇല്ലയെന്ന് പറയണമെങ്കിൽ പിന്നെ എന്താ ഒന്നും പറയാനില്ല അതിന്. ഇത്രയും ഒരു 100 രൂപയുടെ പാൻറ്റ് പോലും മേടിക്കാൻ ക്യാഷില്ല. പിന്നെ ക്യാഷില്ലാത്തവരായിരിക്കാം എടുത്തതെന്ന് വേണമെങ്കിൽ നമുക്ക് സമ്മതിക്കാം, അത്രയേ ഉള്ളൂ. പിന്നെ അങ്ങനെ 2 പാൻറ്റ് കാണാതായി, ആരോ എടുത്തുകൊണ്ട് പോയി. അതിനുശേഷം ഇതുവരെ മേള വെച്ചിട്ടില്ല. അത് പേടിയായിരുന്നു. പിന്നെ മേളക്ക് അത് തന്നെ മോളുണ്ടായിരുന്നു, പക്ഷെ മോളെ നിർത്തായിരുന്നു ഞാൻ. പിന്നെ മോള് വേറെ കുട്ടികളായിട്ട് സംസാരിക്കുമ്പോൾ അവളെ ഡിസ്റ്റർബ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചു. പിന്നെ അങ്ങനെ എല്ലാവരും എടുക്കുന്നു നമുക്കൊരു വിചാരിക്കില്ലല്ലോ. എല്ലാവരും എടുത്തുകൊണ്ട് എല്ലാവരും നല്ല ആൾക്കാരാണ് എന്നുള്ളൊരു ചിന്തയായിരിക്കുമല്ലോ നമുക്കൊക്കെ. എടുക്കുന്നവർ കാണില്ല, അത് ഈ കാലത്തൊക്കെ കാണില്ല എന്നല്ലേ വിചാരിക്കുന്നുള്ളൂ. അപ്പോൾ പിന്നെ മോള് പറഞ്ഞു എന്നോട് നിൽക്കാൻ പറയായിരുന്നു. പിന്നെ അങ്ങനെ ഒരു ചെറിയൊരു എൻ്റെ അശ്രദ്ധ കൊണ്ടായിരിക്കും ചെറിയൊരു അബദ്ധം പറ്റി അങ്ങനെ. അപ്പോൾ ഓരോ അബദ്ധത്തിൽ നിന്നാണല്ലോ ഓരോന്ന് പഠിക്കുന്നത്. ഓരോ ഇത് നമ്മൾ എത്രത്തോളം സൂക്ഷിക്കണം എന്നൊക്കെ ഉള്ളൊരു പാഠം അപ്പോൾ പഠിച്ചു. അപ്പോൾ അത്രത്തോളം ഇനി ശ്രദ്ധിക്കുമല്ലോ നമ്മൾ. അങ്ങനെ ഞാൻ ലേഡീസിൻ്റെ മാത്രമായിരുന്നു. ലേഡീസിൻ്റെ വെച്ചാൽ എല്ലാ ഐറ്റംസ് ഉണ്ടായിരുന്നില്ല. സാരി, കുർത്തി, പിന്നെ സാരി, കുർത്തി, നൈറ്റി ഇത്രയായിരുന്നു. അത് നൈറ്റി ഇപ്പോൾ കുറച്ച് നിർത്തിയ പോലെയാണ്. നൈറ്റി അധികം എടുക്കുന്നില്ല ഇപ്പോൾ സാരി, കുർത്തിയായിരുന്നു. കുർത്തിയും ഇപ്പോൾ കുർത്തി ചുരിദാർ ഇപ്പോൾ ഓൺലൈൻ ഇഷ്ടംപോലെ ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോ ഒക്കെ കുറഞ്ഞ റേറ്റിന് കിട്ടുന്നതുകൊണ്ട് ഇപ്പോൾ എല്ലാവരും അത് വാങ്ങിക്കുന്നത്. കാരണം ഓഫീസിലൊക്കെ എപ്പോഴും പോകുന്നത്, ഇപ്പോൾ എല്ലാവരും ഓഫീസിൽ പോകുന്നവർ മിക്കവാറും ആൾക്കാർ ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ ഓഫീസിൽ പോകുന്നവരാണ്. അപ്പോൾ ഓഫീസിൽ പോകുമ്പോൾ 4 ദിവസം 5 ദിവസം അത് കുറഞ്ഞ റേറ്റിൻ്റെ ഉപയോഗിച്ചിട്ട് അതങ്ങ് എടുത്ത് കളയും. പിന്നെ നല്ല റേറ്റിന് 1000 രൂപ കൊടുത്ത് വാങ്ങിച്ചിട്ട് അത് പിന്നെ ഡെയിലി ഇടാനൊന്നും ചിലർക്ക് തോന്നാറില്ല. അത് പിന്നെ അവിടെ തന്നെ ബാക്കിയാവും. അപ്പോൾ ഡെയിലി യൂസിന് ഇങ്ങനെ കുറഞ്ഞ വിലയിൽ എടുക്കാം. അത് 4 പ്രാവശ്യം ഇടാം. അത് ഇട്ടിട്ട് മടുക്കുമ്പോൾ അടുത്ത പുതിയ വാങ്ങാം. ഇത് പിന്നെ അങ്ങനെ മാറി മാറി കുറഞ്ഞ റേറ്റിന് 1000 രൂപയ്ക്ക് 2 3 ഒക്കെ അതിൽ വാങ്ങിക്കാമല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ വിചാരിച്ചിരുന്ന സാരിയിലേക്ക് തന്നെ കടക്കാം അങ്ങനെ വിചാരിച്ചു. സാരി എന്ന് പറഞ്ഞാൽ സാധാ സാരി, യൂണിഫോം സാരി ഇപ്പോൾ 350 രൂപ വരെ എല്ലാവർക്കും അറിയാം. വിചിത്ര സിൽക്സ് പല പല മോഡൽ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. 350 250 ഒക്കെ. അപ്പോൾ അതുപോലത്തെ സാരിയൊന്നുമില്ല എൻ്റെ കയ്യിൽ. 1500 തൊട്ട് ഇങ്ങോട്ടുള്ള കുറച്ച് വില കൂടിയ സാരികൾ മാത്രമാണ്. അപ്പോൾ ഞാൻ എന്ത് സംരംഭമാണ് തുടങ്ങിയതെന്ന് ഇപ്പോൾ ഏകദേശം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു.